ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇൻഫിനിക്സിൽ നിന്നൊരു പുതിയ സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻഫിനിക്സ് ഹോട്ട് 11 എന്ന ഡിവൈസിൻ്റെ ഒരു 2022 എഡിഷനാണ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സാധാരണ പോലെ ഇൻഫിനിക്സിൽ നിന്ന് വരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡിവൈസാണ് ഹോട്ട് 11 2022. എന്തായാലും ഈ ഒരു ഡിവൈസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസ് പറയാം. 8,999 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ അത്രയും ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഹോട്ട് 11 2022. ആ ഒരു പ്രൈസ് ടാഗ് കണക്കിലെടുത്തുമാണ് നമ്മൾ സ്പെസിഫിക്കേഷൻസ് ചെക്ക് ചെയ്യാനായിട്ട്. എന്തായാലും ആദ്യം ഡിസ്പ്ലേയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 6.7 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. എന്തായാലും ഈ ഒരു ഡിവൈസിൽ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു നല്ല കാര്യം തന്നെയാണ്. മിക്ക സ്മാർട്ട് ഫോണുകളും HD+ റെസൊല്യൂഷനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. 20:9 എന്ന ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഡിവൈസ് വരുന്നത്. ഡിസ്പ്ലേയിൽ ഒരു സെൻറ്റർ പഞ്ച് ഹോൾ കട്ടാണ് നൽകിയിട്ടുള്ളത്. അതും ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളിലും വാട്ടർ ഡ്രോപ്പ് നോച്ച് വരാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. ഏകദേശം 89.53% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഇനി നമ്മൾ പെർഫോമൻസിലേക്ക് വരുമ്പോൾ യൂണിസോക്കിൻ്റെ T610 എന്ന് പറയുന്ന ഒരു ഒക്ടാ കോർ പ്രോസറാണ് ഈ ഒരു ഡിവൈസിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള ഇൻഫിനിക്സിൻ്റെ XOS 7.6 ആണ് ഡിവൈസിൽ വരുന്ന യൂസർ ഇൻ്റർഫേസ്. ആൻഡ്രോയിഡ് 12 ഒന്നും നമുക്ക് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നില്ല. ആൻഡ്രോയിഡ് 11 ആണ് വരുന്നത്. ആൻഡ് ഈ ഒരു ഡിവൈസ് ഒരു സിംഗിൾ വേരിയൻറ്റിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 4GB റാം ആൻഡ് 64GB സ്റ്റോറേജ് ആണ്. സ്റ്റോറേജ് നമുക്ക് 1TB വരെ SD കാർഡ് ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു ഡിവൈസിന് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഡിവൈസിൻ്റെ ക്യാമറയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയർ സൈഡിൽ ഡുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പ്രൈമറി സെൻസർ 13 മെഗാപിക്സലാണ്. ഒപ്പം ഒരു 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസർ കൂടി വരുന്നുണ്ട്. ആൻഡ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ 8 മെഗാപിക്സൽ സിംഗിൾ സെൽഫി ക്യാമറയാണ് ഫ്രണ്ട് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. f2.0 ആണ് അപ്പർച്ചർ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസിൽ 5000 mAh ബാറ്ററിയാണ്. ഒപ്പം 10 വാട്ട്സിൻ്റെ ഒരു നോർമൽ ചാർജിങ്ങും ഡിവൈസിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡിവൈസിൽ Type-C പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. ഹോട്ട് 11 2022 എഡിഷൻ എന്ന സ്മാർട്ട് ഫോണ് പോളാർ ബ്ലാക്ക്, അവറോറ ഗ്രീൻ, സൺസെറ്റ് ഗോൾഡ് എന്നിങ്ങനെ 3 കളർ വേരിയൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എന്തായാലും കറൻറ്റ്ലി ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞു, 8,999 രൂപയാണ് പ്രൈസ് വരുന്നത്. 4GB 64GB വേരിയൻറ്റ്. അപ്പോൾ ഡിവൈസിൻ്റെ ഫസ്റ്റ് സെയിൽ നടക്കുന്നത് ഏപ്രിൽ 22 എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നുണ്ട്. വിത്ത് സെൻറ്റർ പഞ്ച് ഹോൾ കട്ടാണ് ഡിവൈസിൽ വരുന്നത്. അതുപോലെ തന്നെ Type-C പോർട്ടും ഒപ്പം സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഒക്കെ ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന പല സ്മാർട്ട് ഫോണുകളിലും റിയർ മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരാറുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.